ഓരോ ദിവസവും നമ്മളെല്ലാവരും ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് ഇന്റർനെറ്റിലാണ്. നമ്മൾ ഇതുവരെ കാണാത്ത നിഗൂഢവും അതിശയിപ്പിക്കുന്നതുമായ വീഡിയോകൾ അതിലുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ചില വീഡിയോകളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലൂടെ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. നമ്മളൊക്കെ സ്പിരിറ്റ് എന്നും ഗോസ്റ്റ്, പ്രേതം എന്നൊക്കെ പറയുന്ന അതിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഉണ്ടാകുന്നുവെന്നതും അതിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുമാണ് ഇന്ന് നിങ്ങൾ ഇതിലൂടെ അറിയാൻ പോകുന്നത്. ശരിക്കും ഇതൊരു ത്രില്ലിംഗ് അനുഭവം നൽകുന്ന വീഡിയോ തന്നെയായിരിക്കും. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീൽചെയർ മൂവിംഗ് മിസ്റ്റീരിയസ്ലി. നമ്മൾ എല്ലാവരും ആശുപത്രിയിൽ പോകാൻ ഇഷ്ടപ്പെടാറില്ല. രോഗങ്ങൾ പിടിപെടാതെ എപ്പോഴും ഹെൽത്തി ആയിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. എന്നാൽ 2019 സെപ്റ്റംബറിൽ ഒരു ആശുപത്രിയിൽ വെച്ച് നടന്ന സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഇത് അവിടെയുള്ള ക്യാമറ റെക്കോർഡ് ചെയ്തതാണ്. ആളൊഴിഞ്ഞ ആശുപത്രി വരാന്ത. അവിടെ ഒരു വീൽ ചെയർ ഒരാളുടെയും സഹായം കൂടാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നീങ്ങി ആശുപത്രിയുടെ പുറത്തേക്ക് പോയി. ഇത് അവിടുത്തെ സെക്യൂരിറ്റി നേരിട്ട് കാണുകയും ചെയ്തു. ഇതുപോലൊരു സംഭവം തായ്ലാൻഡിലെ ആശുപത്രിയിലും നടന്നു. ഒരു കോയിൻസിഡൻസ് പോലെ വീൽ ചെയർ ആശുപത്രിയിൽ നിന്നും തനിയെ പുറത്തേക്ക് പോവുകയാണ്. അത് മുന്നോട്ടും പുറകോട്ടുമായി സഞ്ചരിക്കുന്നുമുണ്ട്. വീൽ ചെയറിനകത്ത് ആരോ ഒരാൾ കയറി ഇരുന്ന് അതിനെ മുന്നോട്ട് നീക്കുന്നത് പോലെ. എന്നാൽ അതിൽ ഒരാൾ പോലുമില്ല. ഈ സംഭവങ്ങളെല്ലാം അവിടെ റെക്കോർഡ് ക്യാമറയിൽ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിത്തെരിച്ചു. സ്റ്റാച്യു ഓഫ് ദി കിങ്. ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ഈജിപ്തിനെ കുറിച്ചൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മുടെ ചാനലിലും ഇതിനെക്കുറിച്ചുള്ള ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതയെക്കുറിച്ചാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിന്റെ ഭാഗമായിട്ടുള്ള പല ചരിത്രപരമായ വസ്തുക്കളും മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ മ്യൂസിയത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രതിമകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ CCTV ക്യാമറയും വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പതിഞ്ഞു. ഈജിപ്തിലെ രാജാവായിരുന്ന ഫിറോണിന്റെ പ്രതിമ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ആ പ്രതിമ അവിടെ നിന്ന് കറങ്ങുന്നതായി കണ്ടെത്തി. അവിടെ നിന്ന് ചുറ്റുപാടും ആ പ്രതിമ നോക്കി. ചുറ്റുപാടിലേക്കും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു ചില്ലുകൂട്ടിലായിരുന്നു പ്രതിമയെ സൂക്ഷിച്ചത്. എന്നിട്ടും ഈ നിഗൂഢമായ സംഭവം എങ്ങനെയുണ്ടായി? ഇത് അവിടുത്തെ അധികൃതരെയും ഭയപ്പെടുത്തി. 2013 ഏപ്രിലായിരുന്നു മ്യൂസിയത്തിലെ ഈ വീഡിയോ അവർ പുറത്തുവിട്ടത്. ഈ പ്രതിമയ്ക്ക് പിന്നിലുള്ള രഹസ്യം ഇന്നും ആർക്കും അറിയില്ല. ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു. അൺഫോൾഡഡ് സീക്രറ്റ്സ്. ഈ ചാനലിലെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. 2017 ബ്രാഡ് എന്ന പേരുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സംഭവിച്ച കാര്യം. ഇദ്ദേഹത്തിന്റെ അടുക്കളയിൽ സംഭവിച്ചത് അവിശ്വസനീയമായ കാര്യമാണ്. ബ്രാഡ് ഇക്കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ അടുക്കളയിൽ ഒരു ക്യാമറ വെച്ചു. ശേഷം അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് പോയി. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ തന്നെ കാണുക. അവിടെയുള്ള ഓരോ പാത്രങ്ങളും താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. കസേരകൾ തനിയെ വീഴുന്നു. ഓവന്റെയും മറ്റ് ക്യാബിനറ്റുകളുടെയും ഡോറുകൾ തനിയെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. തിരിച്ചു വന്ന ശേഷം ബ്രാഡ് ക്യാമറ റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അയാൾ ഞെട്ടിത്തെരിച്ച് അനങ്ങാതെ നിന്നുപോയി. അത്രയേറെ ഭയം. അവിടെ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്? ശരിക്കും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ? ആൻ ഇൻവിസിബിൾ ക്രിയേച്ചർ. ഇന്ന് മിക്കവരുടെയും വീടുകളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡോർബെൽ ഉണ്ടാകും. ഇത്തരം ഡോറുകളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയിൽ ക്യാമറകളോ സെൻസറുകളോ ഒക്കെ ഉണ്ടാകും. അവയെ നിങ്ങളുടെ മൊബൈലുമായി കണക്ട് ചെയ്യാനും സാധിക്കും, അതായത് ബന്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് മറ്റാരെങ്കിലും അവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ലൈവായി തന്നെ വീട്ടിലെ ദൃശ്യങ്ങൾ കാണാനും സാധിക്കും, അത് നിങ്ങൾ എവിടെയായിരുന്നാലും. ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യം ഒന്ന് കാണുക. ഈ വീടിന്റെ ഡോർബെല്ലിലെ ക്യാമറ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. ഈ വീടിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലിക്കായി പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ മൊബൈലിൽ ലൈവ് വീഡിയോ ഓൺ ചെയ്തു. അത് കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. വീടിന്റെ വാതിലിന് മുൻപിൽ അദൃശ്യമായ ഇൻവിസിബിളായ എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്ത് ജീവിയാണെന്ന് ഊഹിക്കാൻ പോലും സാധിച്ചില്ല.
അന്ന് ഈ വീഡിയോ വളരെയധികം വൈറലായിരുന്നു. ഇന്ന് അത് എന്ത് ജീവിയാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ആർക്കും ഉത്തരം കിട്ടാത്തൊരു കാര്യമായി നിലനിൽക്കുന്നു. മൂവിംഗ് കോഫി മഗ്. ഒരു ഓഫീസിലെ CCTV ക്യാമറ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ ആണിത്. ഈ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സ്റ്റാഫിന്റെ മുൻപിലുണ്ടായിരുന്ന കോഫി മഗ് പെട്ടെന്ന് അനങ്ങാൻ തുടങ്ങി. ആ മഗ്ഗിൽ കോഫി നിറഞ്ഞിരിക്കുകയായിരുന്നു. മഗ് തുടർച്ചയായി നീങ്ങുന്നുമുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള കാഴ്ച കാണുമ്പോൾ ആരായാലും ഭയന്നു പോകും. ഞാനായാലും നിങ്ങളായാലും. അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ആളും ഞെട്ടിപ്പോയി. ആദ്യം ഇതൊരു തോന്നലാണെന്ന് കരുതി. എങ്കിലും CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത് അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ചു. ഓഫീസ് പ്രവർത്തന സമയം കഴിഞ്ഞ് ഓഫീസ് അടച്ചതിന് ശേഷം CCTV റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യം ഇതിലും ഭയാനകമായിരുന്നു. ഓഫീസിലെ വാതിലുകൾ തനിയെ തുറക്കാൻ തുടങ്ങി. അവിടെ വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ താഴേക്ക് വീഴാൻ തുടങ്ങി. മോണിറ്റർ തനിയെ ഓണായി. അവിടെ ഉണ്ടായിരുന്ന മേശയിലെ ടോയ് കാർ തനിയെ ചലിക്കാൻ തുടങ്ങി. ആകെ ഭയാനകമായ അന്തരീക്ഷം. ഇതൊക്കെ കാണുമ്പോൾ ഈ കേൾക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത്? ഭയമാണോ? പേടിയാണോ? സാധാരണ ഇതൊക്കെ നമ്മൾ പ്രേത സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ റിയലായി ഒരു റിയൽ ക്യാമറ റെക്കോർഡ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോക്കർ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫ്ലോറിഡയിലെ ചില പ്രദേശങ്ങളിൽ രാത്രി സമയത്ത് ജോക്കർ പോലുള്ള രൂപത്തെ അവിടെയുള്ളവർ കാണാനിടയായി. ജോക്കറിനെ പോലെ ഭയപ്പെടുന്ന കുറേ പേർ നമ്മുടെ ലോകത്തിലുണ്ട്. രാത്രിയിൽ ഒരു ദിവസം വീടിന്റെ മുൻപിൽ അപ്രതീക്ഷിതമായി ഒരു അപരിചിതനെ അല്ലെങ്കിൽ ഒരു ജോക്കറിനെ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ ജോക്കറുകൾ ആളുകളുടെ വീടിന് മുൻപിൽ ചെന്ന് നിൽക്കും. അതേ നിൽപ്പ് ആ രാത്രി മുഴുവനും തുടരും. ഈ വീഡിയോകളെല്ലാം ഫ്ലോറിഡയിലെ വിവിധ വീടുകളിലെ CCTVയിൽ പതിഞ്ഞതാണ്. ഈ വീഡിയോ ഒന്ന് കാണുക. പുലർച്ചെ 2 മണിക്ക്, അതായത് വെളുപ്പാങ്കാലത്ത്, ഒരു കുട്ടി അവരുടെ വീടിന് മുൻപിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വീടിന് മുൻപിൽ ഒരു ജോക്കർ നിൽക്കുന്നു. അത് കണ്ട ഉടനെ ആ കുട്ടി മൊബൈലിൽ ജോക്കറിന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ ജോക്കർ ആ കുട്ടിയുടെ നേർക്ക് നടന്നു വന്നു, നിർഭയം. ഇത് കണ്ടപ്പോൾ അവിടെ നിൽക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. അവൻ പെട്ടെന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അവൻ അത്രയധികം ഭയന്നിരുന്നു. വീണ്ടും ജോക്കർ അവിടെ നിന്നും പോയോ എന്ന് നോക്കാനായി വാതിൽ തുറന്നപ്പോൾ ആ വീട്ടിലെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ജോക്കർ നടന്നെത്തിയിരുന്നു. അവനെ ലക്ഷ്യം വെച്ചായിരുന്നു ആ ജോക്കറിന്റെ നടത്തം. അന്ന് ആ കുട്ടി എത്രയധികം പേടിച്ചിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം, അതും രാത്രി 12 മണിക്ക് ശേഷം, നിങ്ങൾ വാതിൽ തുറന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവിചാരിതമായി ഒരു വിചിത്രമായ ജീവി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ നിൽക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുക? എന്തായിരിക്കും പെട്ടെന്ന് അവിടെ സംഭവിക്കുക? മാൻഹോൾ ഫ്ലൈയിങ് ഇൻ ദി എയർ. നമ്മൾ എല്ലാവരും റോഡുകളിലെ സൈഡിലൊക്കെ ആയിട്ട് മാൻഹോൾ കണ്ടിട്ടുണ്ടാകും. അതിലെ പൈപ്പ് ലൈനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ തൊഴിലാളികൾ അതിനുള്ളിൽ ഇറങ്ങിയിട്ട് വേണം അത് ശരിയാക്കാൻ. കാഠിന്യമുള്ള ലോഹങ്ങൾ കൊണ്ടാണ് മാൻഹോളുകളുടെ മേൽഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അവയ്ക്ക് മുകളിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു പോയിട്ടും ഒന്നും സംഭവിക്കാത്തത്. മാൻഹോളുകളുടെ കവറുകൾക്ക് നല്ല ഭാരമായിരിക്കും. അതുകൊണ്ട് തൊഴിലാളികൾ ഒന്നിച്ചായിരിക്കും അതെടുത്ത് പൊക്കാറ്. എന്നാൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. കൊളറാഡോയിലെ ഒരു റോഡിൽ നിന്ന് മൊബൈൽ പകർത്തിയ വീഡിയോ ആണിത്. ഇതിലെ മാൻഹോളിന്റെ മുകൾ ഭാഗം ഒരാളുടെയും സപ്പോർട്ട് കൂടാതെ തനിയെ അന്തരീക്ഷത്തിൽ ഉയർന്ന് പൊങ്ങി വരുന്നത് കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലത്തെ പോലും പിന്താങ്ങാതെ അതിനെയെല്ലാം വ്യതിചലിച്ചുകൊണ്ടാണ് അത് തനിയെ പൊങ്ങി വരുന്നത്. നിലത്തേക്ക് പോകുന്നുമില്ല. എന്ത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ആർക്കും ഇതുവരെ മനസ്സിലാകാത്ത സംഭവം. ഗോസ്റ്റ് ഓഫ് റിച്ചാർഡ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടിക്ടോക്ക് സ്റ്റാർ ആയിട്ടുള്ള ടോം മെഡിഗിനെയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടെ കുറേ വർഷങ്ങളായി അവരുടെ വീട്ടിൽ വിചിത്രമായ പല കാര്യങ്ങളും അനുഭവിക്കുകയായിരുന്നു. 1929 റിച്ചാർഡ് എന്നയാളാണ് ആ വീട് നിർമ്മിച്ചത്. അദ്ദേഹം മരിച്ചതും അവിടെ തന്നെയായിരുന്നു. പിന്നീട് ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു, ശരിക്കും ഭയപ്പെടുത്തുന്നത്. അവിടെയുള്ള വസ്തുക്കൾ തനിയെ പ്രവർത്തിക്കും. റൂമിലെ ജനാലകൾ തനിയെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഡോമിനും ഡോമിൻ്റെ കുടുംബത്തിനും ഇപ്പോൾ ഇതൊക്കെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കിതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുമില്ല. അവർ പറയുന്നത് റിച്ചാർഡിൻ്റെ ആത്മാവ്, അതായത് സ്പിരിറ്റ്,
ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ്. ഒരു ദിവസം രാവിലെ 11 മണിക്ക് ഡോം റൂമിലായിരിക്കുമ്പോൾ ആരോ വാതിലിൽ തുടർച്ചയായി തട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടു. വാതിൽ തുറന്നപ്പോൾ അവിടെയെങ്ങും ആരുമില്ല. ഈ സംഭവം ലൈവായി അദ്ദേഹം ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്നും ആരോ നിങ്ങളെ തട്ടി വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ ഒരു സ്പിരിറ്റിന്റെ പ്രസൻസ് ഉള്ളതുപോലെ ഒരു അനുഭവം അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യുക. സാധാരണ പണ്ടുള്ളവർ പറയാറുണ്ട്, എവിടെയെങ്കിലും ഒരു പട്ടി ഓരിയിട്ടാൽ അത് ആത്മാവിന്റെ പ്രസൻസ് ആണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. അത് ശരിക്കും സത്യമാണോ മിഥ്യയാണോ നമുക്കാർക്കും നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പട്ടി ഓരിയിടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ചിലപ്പോൾ അത് ആത്മാവിന്റെ പ്രസൻസ് ആയിരിക്കാം. പാരനോർമൽ ആക്ടിവിറ്റീസ്. ഈ വീഡിയോയിൽ ഒരു ചെറിയ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം തൻ്റെ പാവകളുമൊത്ത് കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ അസ്വാഭാവികമായ ഒരു സംഭവം നടന്നു. ഇതാ വീടിൻ്റെ മോണിറ്ററിൽ റെക്കോർഡ് ചെയ്ത സംഭവമാണ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെ വെച്ചിരുന്ന ആ പാവ കുട്ടിയെ തുറിച്ചു നോക്കുന്നത് കാണാം. ഇതൊന്നും ആ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടി ടേബിളിലിരുന്ന് ചിത്രം വരയ്ക്കുമ്പോഴായിരുന്നു അടുത്ത സംഭവം തുടങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്ന പേപ്പറുകൾ കുട്ടിയുടെ നേരെ വരാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ചിലപ്പോൾ ഫാനിൻ്റെ കാറ്റോ മറ്റെന്തെങ്കിലും കൊണ്ടാകാം പേപ്പറുകൾ ഉയർന്നു പൊങ്ങിയതെന്ന്. പക്ഷെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഫാനൊന്നും ഓൺ ചെയ്തിട്ടില്ല. ജനാലകൾ പൂർണ്ണമായും അടച്ച രീതിയിലായിരുന്നു. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഒരു യഥാർത്ഥ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഒരു പാരനോർമൽ ആക്ടിവിറ്റിയോ സ്ക്രിപ്റ്റഡോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം. അവസാനത്തേത് ഏലിയൻസ്. 2019 മാർച്ചിൽ കാനഡയിൽ നടന്ന സംഭവം. ആകാശത്ത് വിചിത്രമായ രീതിയിലുള്ള ഒരു പ്രകാശം വന്നത് അവിടെയുള്ളവർ ശ്രദ്ധിച്ചു. ആകാശത്തിലൂടെ അസ്വാഭാവികമായ രീതിയിൽ അത് മിന്നി മറയുകയായിരുന്നു. ഇത് കണ്ടവർ ഈ ദൃശ്യം അവരുടെ മൊബൈലിൽ പകർത്തി. അവിടെയുള്ള ഒരു എയർപോർട്ടിന് മുകളിലായിരുന്നു ഈ പ്രകാശം കണ്ടത്. ആദ്യം അത് വെറുമൊരു ഗോളം പോലെ മാത്രം കാണപ്പെട്ടു. പിന്നീട് അത് 3ആയി മാറി. ഇത് ഏലിയൻസിന്റെ പേടകം പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. ഈ സംഭവത്തിന് ശേഷം ആ എയർപോർട്ട് മുഴുവനായും അടച്ചുപൂട്ടി. ഈ സംഭവം കണ്ടയുടൻ അവിടെ പോലീസും രക്ഷാപ്രവർത്തകരും എത്തി. ഈ പ്രകാശം എന്താണെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ ഒന്നും ആർക്കും അറിയില്ല. അതെന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നമ്മുടെ സയൻസ് ഒക്കെ ഇന്ന് ഒത്തിരി പുരോഗമിച്ചു. നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് സ്പിരിറ്റ്, ഗോസ്റ്റ് ഇവയെല്ലാം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ? അതിപ്പോഴും ഉണ്ടോ? നമുക്കാർക്കും അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ആരോട് ചോദിച്ചാലും അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാനും സാധിക്കില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങളോടാണ്. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അതായത് ഒരു സ്പിരിറ്റ്, ആത്മാവിൻ്റെ പ്രസൻസ്, പ്രേതം, ഭൂതം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, ഒരല്പം ലെങ്തി ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസാണ് തീർച്ചയായും വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.